പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ വീഡിയോ എന്താണെന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ബേക്കറി സ്റ്റൈലിലുള്ള ഒരു പ്ലം കേക്ക് 700 ഗ്രാം വെയിറ്റ് വരുന്നൊരു പ്ലം കേക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പ്ലം കേക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം മാർജറിനാണ് എടുത്തേക്കുന്നത്. ബേക്കറി സ്റ്റൈൽ ആയതുകൊണ്ടാണ് നമ്മൾ മാർജറിൻ യൂസ് ചെയ്യുന്നത്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മാർജറിനും ബട്ടറും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ 50 ഗ്രാം മാർജറിനും 50 ഗ്രാം ബട്ടർ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ 50 ഗ്രാം മാർജറിനും 50 ഗ്രാം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്ന കേക്കിനേലും കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് ഇതേപോലെ മാർജറിനും അല്ലതല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ്. പിന്നെ ബട്ടർ നമ്മളുടെ മാർജറിനേലും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ മാർജറിൻ ആദ്യം തന്നെ 100 ഗ്രാം എടുത്തിട്ട് ഇതേപോലെ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റ് ബ്രൗൺ ഷുഗറും ഡാർക്ക് ബ്രൗൺ ഷുഗറും അവൈലബിൾ ആണ്. ഇപ്പോൾ കേക്കിന് കുറച്ചും കൂടി കളർ കൂട്ടി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ ഷുഗറൊക്കെ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ വൈറ്റ് ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ബട്ടറാണോ മാർജറിനാണോ ടേസ്റ്റ് കൂടുതലെന്നുള്ളത്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ മാർജറിൻ യൂസ് ചെയ്യുന്നത്. ബട്ടറാണ് മാർജറിനേലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ മാർജറിനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സൈഡിലേക്കൊക്കെ തെറിച്ച് പോകുന്നതൊക്കെ സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. കാരണം ഈവനായിട്ട് എല്ലായിടത്തേക്കും ആ ഒരു മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിലുള്ളതൊക്കെ വടിച്ചൊന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ബീറ്റ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് മാർജറിനാണോ ബട്ടറാണോ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ലത്. മാർജറിൻ അധികം ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ളത്. ഏത് സാധനവും അമിതമായിട്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ മാർജറിനാണെങ്കിലും ബട്ടർ ഉപയോഗിച്ചാണെങ്കിലും 1-2 പീസേ നമ്മൾ കഴിക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. എന്ത് ഫുഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിലും നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് ദോഷമായിട്ട് വരുന്നത്. മാർജറിൻ യൂസ് ചെയ്ത് പ്ലം കേക്ക് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ എന്തായാലും നമ്മളുടെ മാർജറിനും അതുപോലെ തന്നെ പഞ്ചസാര എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് മൈദയുടെ അളവിലേക്ക് നമ്മൾ 3 എഗ്ഗാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള മീഡിയം സൈസുള്ള എഗ്ഗാണ്. ലാർജ് എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 യൂസ് ചെയ്താൽ മതി. സ്മോൾ ആയിട്ടുള്ള എഗ്ഗ് ആണെന്നുണ്ടെങ്കിൽ 4 വരെ യൂസ് ചെയ്യാം. അപ്പോൾ മുട്ടയുടെ അളവനുസരിച്ച് നമുക്ക് വെയിറ്റും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കാരണം എഗ്ഗിനും പലതിനും പല വെയിറ്റാണ് വരുന്നത്. എല്ലാം ഒരേപോലത്തെ വെയിറ്റ് ആയിരിക്കില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് 1 മുട്ട ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും ബീറ്ററിട്ട് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകണ്ട. ജസ്റ്റ് ഒന്ന് മുട്ട മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ആഡ് ചെയ്യാതെ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ 2 എഗ്ഗ് നമ്മൾ ആഡ് ചെയ്തു, ലാസ്റ്റ് എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതൊന്നും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ എഗ്ഗ് ആഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് പിരിഞ്ഞ പോലെ ഇരിക്കും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഫ്ലോറും മറ്റ് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ബാറ്റർ റെഡി ആയിക്കോളും. പിരിഞ്ഞെന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ നമ്മൾ എഗ്ഗൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സൈഡിലിരിക്കുന്ന ആ ഒരു ബാറ്ററൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ പ്ലം കേക്കിലേക്ക് മെയിനായിട്ട് വേണ്ട കാര്യമാണ് നമ്മളുടെ എസൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് പ്ലം എസൻസ്, ഓറഞ്ച് എസൻസ്, പൈനാപ്പിൾ എസൻസ്, വാനില എസൻസ്. അപ്പോൾ എസൻസുകൾ എന്തോരമൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ എസൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ പ്ലം എസൻസും ഓറഞ്ച് എസൻസും ഒക്കെ നിർബന്ധമില്ല, നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കറക്റ്റ് സ്മെല്ലും ടെക്സ്ചറും എല്ലാം നമുക്ക് കിട്ടും. അടുത്തത് നമ്മൾ കാരമൽ കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാരമൽ സിറപ്പ് യൂസ് ചെയ്യാം. നമ്മൾ ആദ്യം മാർജറിൻ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ പഞ്ചസാര ആഡ് ചെയ്തായിരുന്നു. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. നിങ്ങൾ കാരമൽ സിറപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ട് ബാക്കി 1/2 കപ്പ് കാരമൽ ചെയ്യാനായിട്ട് എടുത്തിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കാരമൽ കളറിന് പകരം കാരമൽ സിറപ്പ് യൂസ് ചെയ്യാവുന്നതാണ്.
ബേക്കറികളിലെല്ലാം ഇതുപോലെ കാരമൽ കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേക്കിന് അത്രയും ഡാർക്ക് കളർ വരുന്നത്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. ഈ ഒരു വെയിറ്റിലെ കേക്കിലേക്ക് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറൊക്കെ വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് കളർ മതി എന്നുള്ളത് കൊണ്ട് 1/2 ടേബിൾ സ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ കളർ കൂടുതൽ കിട്ടാനായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് കൊക്കോ പൗഡർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇത് ആൽക്കഹോളിൽ സോക്ക് ചെയ്തതുകൊണ്ട് നോൺ ആൽക്കഹോളിക് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. ഈ ഒരു ബോക്സിലത്തേത് നോൺ ആൽക്കഹോളിക് ആയിട്ട് സോക്ക് ചെയ്തതാണ്. ഓറഞ്ച് ജ്യൂസും അതുപോലെ കാരമൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചതാണ്. അതൊരു 2-3 ആഴ്ചയായിട്ടുള്ളൂ ചെയ്തിട്ട്. ഈ ഒരു കുപ്പിയിൽ കാണുന്നത് ഞാൻ ആൽക്കഹോളിൽ സോക്ക് ചെയ്തതാണ്. കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതൊരു 1 മന്ത് ആയിട്ടുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങാട് നമ്മൾ ആൽക്കഹോൾ ഒഴിച്ച് കുതിർത്തി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അതേപോലെ ഒത്തിരി അങ്ങനെ ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിലവർ ഒരുപാട് അങ്ങാട് ഫുള്ള് ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കുതിർത്തി വെച്ചേക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ അവൈലബിലിറ്റി നോക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ അത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇരുന്നോളും, കേടാവുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ 2 രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കേക്കിനകത്തേക്ക് ഞാൻ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണയും നമ്മൾ 2-3 വീഡിയോസ് പ്ലം കേക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും അതുപോലെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് ചെയ്യേണ്ടതും എല്ലാം. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് 3/4 കപ്പ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. ബാക്കി 1/4 കപ്പ് ഞാൻ കാഷ്യൂസ് റോസ്റ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇപ്പോൾ 1/4 കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് 1/4 കപ്പിൽ പകുതി കാഷ്യൂവും പകുതി ആൽമണ്ടും എടുക്കാം. അതല്ലെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പ് എടുത്തിട്ട് 1/4 കപ്പ് എക്സ്ട്രാ നിങ്ങൾക്ക് കാഷ്യൂ ആഡ് ചെയ്യാം. 1/4 കപ്പ് വരെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തേക്കുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് അളന്നെടുത്ത ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ സ്പൈസസ് ആയിട്ട് ഏലക്കായയും പട്ടയും കരയാമ്പും ജാതിക്ക പൊടിച്ചതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് കൊണ്ടാണ് എടുത്ത് പറയാത്തത്. അപ്പം അതെല്ലാം നമ്മൾ അരിച്ചെടുത്തതാണ്. ആ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ബാറ്റർ അത്യാവശ്യം കട്ടിയുള്ള ബാറ്റർ ആയത് കാരണം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവില്ല. അപ്പോൾ ലൂസ് ആവുമ്പോഴാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴ്ന്നു പോകുന്നത്. നമ്മുടെ ബാറ്റർ കട്ടിയുള്ളത് കാരണം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവില്ല. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മുട്ടയും പഞ്ചസാരയും എല്ലാം ബീറ്റ് ചെയ്തേക്കുന്നതിനകത്തേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ സോക്ക് ചെയ്ത ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നാൽ പിന്നെ നമ്മളിന്ന് 700 ഗ്രാം വെയിറ്റ് വരുന്ന പ്ലം കേക്കാണ് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് നമ്മുടെ ടിന്നിൽ നമ്മൾ ബാറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബേക്കായി വരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ ബേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്റർ കൂടുതലുള്ള കാരണം താഴ്ന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ആവാനായിട്ട് ഒരുപാട് ടൈം വെച്ച് കഴിയുമ്പോൾ മേൽഭാഗമൊക്കെ കുറച്ചും കൂടി ഡ്രൈ ആയി കരിഞ്ഞു പോകാനും അതുപോലെ കളർ ചേഞ്ച് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏത് ടിന്നാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പകുതി ബാറ്റർ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ പ്ലം കേക്ക് ഒരുപാട് അങ്ങനെ ഹൈറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്ക് ആണെങ്കിലും ഒരുപാട് ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു ആവറേജ് ഹൈറ്റിലെ പ്ലം കേക്കുകളായിരിക്കും നമുക്ക് ബേക്കറീസിലും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കളറും ടെക്സ്ചറും ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഞാനിപ്പോൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം സ്പാച്ചിൽ വെച്ച് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഈവനായിട്ട് മിക്സായി കിട്ടാനായിട്ട്. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടീസ്പൂൺ ജാമോ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പല റെസിപ്പീസിലും അതേപോലെ ചെയ്യാറുണ്ട്. കൂടുതലും റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കൊക്കെ ചെയ്യുമ്പോഴാണ് അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കണ്ടേക്കുന്നത്. അപ്പോൾ ഇതിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് ഇതുപോലെ ബട്ടറൊക്കെ തേച്ച് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ ഒരു ബാറ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ടിന്നിൻ്റെ ഒരു പകുതി ഒഴിച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ ആ ഒരു പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചറും ആ ഒരു മേൽഭാഗമൊക്കെ നല്ലൊരു കളറിൽ ബേക്കായി കിട്ടാനായിട്ട് എപ്പോഴും നമ്മൾ അതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കളറും, ഇതിൽ കൂടുതൽ കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരമൽ കളർ 1 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്ന ടൈമിൽ അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു കളറിൽ കിട്ടും. ഈ ഒരു ടൈമിൽ നമ്മളുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് 180 ഡിഗ്രിയിൽ തന്നെ ഒരു 40 to 45 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ടൈം സെറ്റ് ചെയ്യുന്നത്. പലരുടെയും ഓവനിൽ പല ടെമ്പറേച്ചർ ആയിരിക്കും, അതുപോലെ തന്നെ ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലവർക്ക് 1 മണിക്കൂറും 1.5 മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ എൻ്റെ ഓവൻ്റെ ഒരു ടൈമും ടെമ്പറേച്ചറുമാണ് പറഞ്ഞത്. നമ്മളൊരു 1-2 തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര ടെമ്പറേച്ചർ കൊടുത്താലാണ് അല്ലെങ്കിൽ എത്ര ടൈം കൊടുത്താലാണ് പ്ലം കേക്ക് ബേക്കായി കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തർ ചെക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാഷ്യൂസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് പയ്യെ തട്ടി കൊടുക്കുക. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കൊരു 42 മിനിറ്റ് കൊണ്ട് തന്നെയൊക്കെ കേക്ക് ബേക്കായി വന്നു. ഓവനിൽ നിന്ന് എടുത്ത് ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് റമ്മൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ബ്രഷ് ചെയ്യരുത്, ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കേക്കിന് കുറച്ചും കൂടി ലൈഫ് ഉണ്ടാകും. കാരണം നമ്മൾ ഇതിനകത്ത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ റമ്മ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുകയും കൂടി ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ലൈഫ് കേക്കിന് കിട്ടും. ചൂടൊക്കെ ഒന്ന് നന്നായി മാറിയതിന് ശേഷം ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ദിവസം തന്നെ കട്ട് ചെയ്യരുത്. പ്ലം കേക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ദിവസമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ബേക്കായി വന്നതിന് ശേഷം നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റ് 2 ഇഞ്ച് അടുക്കെ നമുക്ക് കേക്കിന് ഹൈറ്റ് വന്നിട്ടുണ്ട്. വെയിറ്റ് നോക്കിയപ്പോൾ 700 ഗ്രാം കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 kg എന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് 680-700 ഗ്രാമിനൊക്കെ വരുന്ന വെയിറ്റ് കിട്ടാറുള്ളൂ. അപ്പം നമുക്കും ആ ഒരു വെയിറ്റിൽ തന്നെ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് ഈ ഒരു വെയിറ്റിൽ തന്നെ കേക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ കറക്റ്റ് 1 kg തന്നെയൊക്കെ സെയിൽ ചെയ്യണം എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ചേഞ്ച് വരും. പിന്നെ 7 ഇഞ്ചിൽ ബേക്ക് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് 8 ഇഞ്ചിൻ്റെ ടിന്നിലൊക്കെ ബേക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 kgയുടെ 2 കേക്ക് ചെയ്യാം. 1/2 kgയുടെ 2 കേക്ക് ചെയ്യുമ്പോൾ 350 ഗ്രാം വെയിറ്റ് വരുന്ന രീതിയിലുള്ള 2 കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊന്ന് കട്ട് ചെയ്യുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മേൽഭാഗമാണെങ്കിലും എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഉള്ളിലെ കളറും നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കളർ വേണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാരമൽ കളറൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം. നമ്മുടെ നട്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിലും താഴേക്കൊന്നും പോവാതെ ഈവനായിട്ട് എല്ലായിടത്തും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്ലം കേക്കൊക്കെ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഒരു മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കാം. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റ് അയക്കുക. പറ്റുന്ന പോലെ പരമാവധി കമൻറ്റുകൾക്കെല്ലാം റിപ്ലൈ അയക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.